ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, തിരുവചന ശുശ്രൂഷകളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഈ നിമിഷങ്ങളിൽ സ്വർഗീയ കൃപകൾ കരകവിഞ്ഞൊഴുകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹൃദയങ്ങൾ സമാശ്വാസം പ്രാപിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ വലിയ സമാധാനത്തിന്റെ അഭിഷേകങ്ങൾ ഇപ്പോൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുലിഖിതം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അനേകം ദൈവമക്കളുടെ ജീവിതങ്ങൾക്ക് പ്രകാശം നൽകിയിട്ടുള്ള തിരുവചനമാണിത്. ദൈവത്തെ അറിഞ്ഞ് ദൈവാനുഭവത്തിൽ വരുന്ന ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ ദൈവാനുഭവം പ്രാപിപ്പിക്കുവാൻ ദൈവവചനം നമുക്ക് നൽകുന്നൊരു മാർഗമാണ് നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുക. കർത്താവിനെ ശുശ്രൂഷിക്കുക, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ദൈവരാജ്യത്തിന്റെ മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഇത് ദൈവവചനം ദൈവമക്കൾക്ക് നൽകുന്ന ആത്മീയ അഭിവൃദ്ധിക്കുള്ള ഒരു വഴിയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവർക്ക് ദൈവം വലിയ ഉയർച്ച ആത്മീയ മണ്ഡലത്തിൽ നൽകും. അവർ ദൈവരാജ്യത്തിൽ വലിയവർ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുലിഖിതം. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഒരു ദൈവരാജ്യ അനുഭവത്തിലുള്ള വ്യക്തിയുടെ മുഖമുദ്രയാണ് ദൈവരാജ്യ വേല. ഞാനൊരു വിദ്യാർത്ഥിയാകട്ടെ, ഞാനൊരു യുവാവാകട്ടെ, ഞാനൊരു കുടുംബനാഥനാകട്ടെ, ഞാനൊരു സിസ്റ്റർ ആകട്ടെ, ഞാനൊരു വൈദികനാകട്ടെ, ഞാൻ ഏത് ജീവിതാന്തത്തിലുള്ള വ്യക്തിയാകട്ടെ, കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ എനിക്ക് ദൈവരാജ്യ വേല ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. ഞാൻ ദൈവരാജ്യ വേല ചെയ്ത് ആരാണ് കേൾക്കുക? ഞാനോ ഒരു തകർന്ന മനുഷ്യൻ. എനിക്കാണെങ്കിൽ ഇപ്പോൾ പോകാൻ നിവൃത്തിയില്ല. ഞാനിപ്പോൾ എങ്ങനെ പുറപ്പെടും? ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെ പോകും? ഞാനൊന്ന് നന്നായിട്ട് എല്ലാ കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചിട്ട് ഞാൻ പിന്നെ ദൈവരാജ്യ വേല ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ വലിയൊരു കെണിയാണ്. ആ ചിന്ത ദൈവാത്മാവിൽ നിന്നുള്ള ചിന്തയല്ല, അത് പിശാചിന്റെ ഒരു കെണിയാണ്. ഹല്ലേലൂയ. എപ്പോൾ കർത്താവ് നിങ്ങൾ വിളിക്കുന്നുവോ അപ്പോൾ തന്നെ ദൈവരാജ്യ വേലയ്ക്കായി സജ്ജരാകുക, തയ്യാറെടുക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ കുറവുകൾ നിങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ഇതാ അച്ഛന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങളായി സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവ പൈതലിന്റെ അനുഭവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 16 വർഷം മുമ്പ് എന്റെ ഇടവക പള്ളിയിൽ നായ്ക്കം ബ്രഹ്മച്ചനും ടീമും നടത്തിയ ഒരു കൺവെൻഷൻ നടന്നു. അതില് ഞാനും പങ്കെടുത്തു. ധ്യാനത്തിന്റെ 3-ാമത്തെ ദിവസം നായ്ക്കം ബ്രഹ്മച്ചൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഈ ഇടവയിൽ നിന്ന് സുവിശേഷ പ്രഘോഷകരെ കർത്താവ് അയക്കുന്നു. അതെന്നെ ഒത്തിരി ടച്ച് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു: ദൈവമേ, അത് എന്നെ ആയിരുന്നെങ്കിൽ ഞാൻ പോകുമായിരുന്നു. ഇത് പറഞ്ഞ ഉടനെ തന്നെ ഒരു മറുചിന്ത എന്റെ ബുദ്ധിയിൽ ഉദിച്ചു. അതിനെങ്ങനെ സാധിക്കും? എനിക്കാണെങ്കിൽ ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. എന്റെ കുട്ടിക്ക്, ഇളയ കുട്ടിക്ക് 3-ാമത്തെ വയസ്സിലാണ് ഈ സംഭവം. ഇതാ എന്നാലും അടുത്ത ചിന്ത കയറി വന്നു. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പാടമില്ല. 35 വർഷത്തോളം വിക്കിന് അടിമയായിരുന്നു. എന്റെ അഡ്രസ്സ് പറയണമെങ്കിൽ പോലും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി മാനസികമായ തകർച്ച എനിക്കുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായ എന്റെ പ്രശ്നങ്ങൾ. ഞാൻ അന്നൊന്ന് പണിയെടുക്കണം, എന്റെ വീട് ജീവിക്കണമെങ്കിൽ. ഈ അവസ്ഥയിലാണ് ഇതെല്ലാ ചിന്തയും ഒന്നിച്ച് കടന്നു വന്നത്. എന്നാലും പരിശുദ്ധാത്മാവിൽ
പ്രേരണയായതുകൊണ്ട് സ്വീകരിച്ചു. ധ്യാനമെല്ലാം പൂർത്തിയാക്കി വീട്ടിൽ വന്നു പിറ്റന്ന് മുതൽ തന്നെ എന്നെ കർത്താവ് ശുശ്രൂഷയ്ക്കായി അയച്ചു. എവിടെ തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഇതൊന്നും എനിക്കറിയില്ല. പിറ്റന്ന് തന്നെ ഇതാ ഒരു രോഗിയും കൊണ്ട് ഒരപ്പച്ചൻ എന്റെ വീട്ടിൽ വന്നു. ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ കൊച്ചിന് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണമായ സൗഖ്യം അവിടെ വെച്ച് കിട്ടി. അപ്പോൾ അവർക്ക് സന്തോഷമായി. ഉടൻ തന്നെ അടുത്ത വീടുകളിൽ ഞങ്ങൾ പറയാൻ തുടങ്ങി. അടുത്തൊരു വീട്ടിൽ ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടായ്മ വെച്ച് അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ അയൽവാസിയായ ഒരു സഹോദരിയുടെ വലത്ത് കൈയിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് അന്നത്തെ പ്രാർത്ഥനയിൽ അത് വിട്ടുപോയി. അപ്പൊ കുറച്ചുകൂടി ഒരു സന്തോഷമായി. അത് മറ്റു വീടുകളിലും മറ്റ് ഇടവകളിലൊക്കെ ഇത് പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏറെക്കുറെ ഒരു വർഷത്തിനകം അട്ടപ്പാടിയിലെ വിവിധ വിജാതീയ മേഖലകളിൽ കർത്താവ് ശുശ്രൂഷയ്ക്ക് അയക്കുകയും പ്രകടമായ സൗഖ്യങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോഴും എന്റെ വിക്ക് എന്റെ ജീവിതത്തിൽ നിലനിൽക്കുകയാണ്. എനിക്കൊരു സമ്പൂർണ്ണ ബൈബിളില്ല. ഒരു വസ്ത്രം കൊണ്ട് 5 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു. എന്നാലും സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങി. എന്റെ അയോഗ്യത പരിഗണിച്ചായിരിക്കാം പോയിടത്തെല്ലാം കർത്താവ് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. എനിക്ക് തിരുവചനം കൈ കിട്ടിയത് 6 മാസം കഴിഞ്ഞിട്ടാണ്. എന്നാൽ വചനം പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 28-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവുകൊണ്ടും ഈ ജനത്തോട് ഞാൻ സംസാരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 32-ാം അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു: ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്റെ അധരങ്ങൾ തുറക്കപ്പെടും. ഈ 3 തിരുവചനവും എന്റെ ജീവിതത്തിൽ നിറവേറി. പ്രിയപ്പെട്ടവരെ, ആ വിക്ക് അതോടുകൂടി വിട്ടുപോയി. ഇന്ന് വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് മരിക്കാറായി കിടന്ന 3 തളർവാദ രോഗികൾ ഇന്ന് അട്ടപ്പാടിയുടെ വിവിധ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നടന്ന് ജീവിക്കുന്നു. മാത്രമല്ല, ഒരുപാട് മറ്റ് രോഗശാന്തികളും മനഃശാന്തികളും അനേക സ്ഥലങ്ങൾ ദൈവവചനം പ്രഘോഷിക്കാനും ദൈവം എന്നെ അയച്ചു. അതിൽ ഒരു തളർവാദ രോഗിയുടെ കാര്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതെങ്ങനെയാണ്? എന്റെ വീട്ടിന് അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്ററിനപ്പുറം ഒരു 20 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി, സ്നേഹിച്ചുള്ള ഒരു കല്യാണമായതിന്റെ പേരില് അമ്മ എന്തോ രീതിയിൽ അമ്മ മരിച്ചു. അപ്പച്ചൻ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഇതാ ആദ്യത്തെ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത അതേ സമയം തന്നെ ഇവൾ തളർന്നു വീണു. തൃശൂർ മെഡിക്കൽ കോളേജും അതുപോലുള്ള പല വൈദ്യശാസ്ത്രവും പറഞ്ഞു, ഇനി നിനക്ക് രക്ഷയില്ല, നിന്റെ ശരീരത്തിൽ രക്തം മുഴുവനും വെള്ളമായി പോകുന്നു, അതുകൊണ്ട് നിനക്ക് ഇനി ചികിത്സയൊന്നും വലുതായിട്ടില്ല. ഇതെല്ലാം കേട്ട് മാനസിക സംഘർഷമുണ്ടായി. ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഇവൾ വീട്ടിൽ ഇടമില്ല, നാട്ടിലിടമില്ല. അങ്ങനെ വലിയ വേദനയിൽ കഴിയുമ്പോൾ അവളുടെ ഒരു ചേച്ചി ചെറിയൊരു കുടിലെല്ലാം വെച്ച് കെട്ടി ഇവളെ നോക്കി, കൊച്ചിനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ചേച്ചി എപ്പോഴെങ്കിലും പണിക്ക് പോയി കൊണ്ടുവന്ന ഉപജീവനമാണ് ഇവർ കഴിക്കുന്നത്. സ്വന്തം മലമൂത്ര വിസർജനം പോലും എടുത്തു വെച്ചാൽ വൈകുന്നേരം ഈ ചേച്ചി പണി കഴിഞ്ഞ് വന്ന് എടുത്തു മാറ്റണം. അത്ര നാരകീയ പീഡ അനുഭവിക്കുന്ന അവസ്ഥ ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ ഒരു വലിയ വേദനയാണ് കാണുന്നത്. ഈ ഒരു കാലിൽ തുടയ്ക്ക് 4 മുഴകൾ ഉണ്ട്. ഈ 4ഉം പൊട്ടി ചീഞ്ഞ് രക്തം വാർന്നു പോകുന്ന അവസ്ഥ. ഈ കാലിന്റെ ഉപ്പൂറ്റ് കാല് 2 വർഷമായപ്പോഴേക്കും തേഞ്ഞ് തീർന്നുപോയി. കാല് മടക്കാനോ നിവർക്കാനോ ഒന്നും പറ്റില്ല. ഞങ്ങളവിടെ ചെന്നു. അവരുടെ പേര് സീത എന്നാണ്. സീത, നീ ഭയപ്പെടേണ്ട, ഈശോ നിന്നെ സുഖപ്പെടുത്തും. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ പോലും മറ്റൊരാളിന്റെ സഹായം വേണം. അതുകൊണ്ട് എനിക്ക് എങ്ങനെ ഇനി രക്ഷ കിട്ടുന്നത്? നീ കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ സത്യമായും നിന്നെ യേശു സുഖപ്പെടുത്തും. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൾക്ക് പ്രാർത്ഥിച്ചു. ഇതൊരു ബുധനാഴ്ച ദിവസം. ഞങ്ങൾ വ്യാഴാഴ്ച സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു മധ്യസ്ഥ അപേക്ഷിക്കുകയും ഇവിടെ വെഞ്ചരിക്കുന്ന തൈലം
ഒരു കുപ്പി എടുത്തു, ഒരു ബൈബിളൊക്കെ മേടിച്ചു, ഒരു കൊന്തയും വെഞ്ചരിച്ചു അവിടെ ചെന്നു. ശനിയാഴ്ച ഞങ്ങളവിടെ പോയി. അപ്പോൾ സാധാരണ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ സീതയുടെ പേര് വിളിച്ചിട്ട് കതവിന്റെ കെട്ടഴിച്ച് നമ്മൾ തന്നെ അങ്ങോട്ട് കയറി ചെല്ലണം. ഇറങ്ങിപ്പോരുമ്പോൾ നമ്മൾ തന്നെ കതവിന്റെ കെട്ട് കെട്ടിവെച്ചിട്ട് ഇറങ്ങിപ്പോരണം. അന്ന് ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ചെന്നു, സീതയെന്ന് വിളിച്ചു, ഇതാ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതാ കതവിന്റെ കെട്ട് അഴിച്ച് സീത തന്നെ ഇങ്ങോട്ട് നടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ ഒരു സംഭവം വഴി ആ ദേശത്തുള്ള അനേകം സഹോദരങ്ങൾ ഈ ആലയത്തിൽ വന്ന് ധ്യാനം കൂടുകയും അങ്ങനെ അവൾ ഇന്ന് ജീവിക്കുകയും ഇന്ന് സുഖമായി ജീവിക്കുകയും ചെയ്യുന്നു. അവളിലൂടെ ഒത്തിരി ആത്മാക്കളെ നേടാൻ സാധിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം വിളിക്കുമ്പോൾ അത് അനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെ പറ്റിയതുള്ള ദൈവഗീതം. എന്റെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരെയൊക്കെ ഒരു പാവത്തിൽ എല്ലാം പഠിപ്പിച്ച് നല്ലൊരു വീടൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെ ഭാവിയെല്ലാം കഴിഞ്ഞിട്ട് സുവിശേഷ പ്രഘോഷണത്തിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിൽ സത്യമായും എനിക്കിന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ സാധിക്കുകയില്ല. ഇന്ന് ചെയ്യുന്ന വേലയിൽ ഞാൻ സംതൃപ്തനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സഹോദരന്റെ ജീവിതത്തിലുള്ള അനുഭവം നിങ്ങൾ ശ്രദ്ധിക്കുക. കർത്താവിന്റെ ഒരു അഭിഷേകം അദ്ദേഹത്തിന് ജ്വലിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് നായിക്കമ്പറമ്പിലച്ചൻ ഇങ്ങനെ ദൈവരാജ്യത്തിന്റെ ഒരു സന്ദേശത്തെ അനൗൺസ് ചെയ്തു. ഈ ഇടവകയിൽ നിന്ന് ദൈവരാജ്യ വേലയ്ക്കായി ആളെ വിളിക്കുന്നു. ഈ സഹോദരന്റെ മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം ജനിക്കുകയാണ്, ദൈവമേ എന്നെ ആയിരുന്നെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന്, അദ്ദേഹത്തിന് വിക്ക് സംസാരിക്കാൻ വല്ല പേര് പോലും പറയാൻ പറ്റാത്ത അത്ര കഠിനമായ വിക്കിന്റെ മനുഷ്യൻ. എനിക്ക് പേഴ്സണലായിട്ട് പരിചയമുള്ള ആളാണ്, എനിക്കറിയാം ഇദ്ദേഹം. രണ്ട്, കഠിനമായ ദാരിദ്ര്യം. അന്നന്ന് പണിക്ക് പോയില്ലെങ്കിൽ അന്നന്ന് വീട്ടിലെ ഉപജീവനം കഴിക്കാൻ പറ്റില്ലാത്ത അത്ര കഠിനമായ ദാരിദ്ര്യം. മൂന്ന്, കൈക്കുഞ്ഞുങ്ങൾ, പറക്കം പറ്റാത്ത കൈക്കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ, വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷം. എല്ലാം കൊണ്ടും സുവിശേഷ വേലയ്ക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ആത്മീയ പ്രേരണ അനുസരിച്ച് അദ്ദേഹം അന്ന് തീരുമാനമെടുത്തു, ഞാൻ ഇന്നു മുതൽ എന്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹം ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് ചെവി കൊടുത്ത ആ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പടിപടിയായി ദൈവാനുഭവത്തിൽ വളർന്നു വന്നു. അദ്ദേഹം ദൈവത്തിന്റെ അനുഭവത്തിൽ ശക്തി പ്രാപിച്ചു. ഇന്ന് ദൈവാനുഭവം നിറഞ്ഞ ശക്തനായ ഒരു ശുശ്രൂഷകനെ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സമർപ്പണത്തെ ദൈവം അംഗീകരിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അനേകർ ഇന്ന് ആത്മീയതയിലേക്ക് വന്നിട്ട് മുരടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് അനേകരെ കർത്താവ് വിളിച്ചുണർത്തിയിട്ട് അവർ വീണ്ടും ഉറക്കത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അനേകർ പിന്മാറ്റത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കിട്ടുന്നില്ല എന്ന ചിന്ത, പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം കിട്ടുന്നില്ല അനുഭവത്തിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ട മകനെ, മകളെ, അതിന്റെ ഒരു കാരണം കർത്താവ് ഏൽപ്പിച്ച ദൈവരാജ്യ വേലയോട് കാണിച്ച അനാസ്ഥയാകുന്നു. ദൈവരാജ്യ വേലയോട് കാണിച്ച ഉത്സാഹക്കുറവ് അവന്റെ ആത്മീയ ജീവിതത്തെ വിപരീതമായി ബാധിക്കും എന്ന് നാം തിരിച്ചറിയണം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. റോമാലേഖനം 12:11 ദൈവമക്കളോട് കൽപ്പിക്കുകയാണ്. ജീവിതാന്തസ് എന്തു തന്നെയായാലും അവരവരുടെ ജീവിതാന്തസ്സിന് അനുസരിച്ച വിധമുള്ള ദൈവരാജ്യ വേലകളിൽ അവനവൻ മുഴുകാൻ ദൈവികമായ ഒരു കടപ്പാട് എനിക്ക് നിങ്ങൾക്കുണ്ട് എന്ന ദൈവവചന സത്യത്തെ ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിതകാലത്ത് അങ്ങേ ശുശ്രൂഷ ചെയ്ത് അങ്ങേ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളുടെ മേൽ അഭിഷേകത്തെ ചൊരിയണമേ. അലസത, മടി, തുറവിയില്ലായ്മ, ദൈവരാജ്യ വേലയെക്കുറിച്ച് ബോധ്യമില്ലായ്മ, കാഴ്ചപ്പാടുകളുള്ള വൈകല്യങ്ങൾ ഇവയെല്ലാം കഴുകി കളയണമേ. ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അവരവരുടെ ജീവിതാന്തസ്സിനനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ വേലയിൽ, ദൈവരാജ്യ വേലയിൽ, സുവിശേഷ ശുശ്രൂഷകളിൽ മുന്നോട്ട് പോകുവാൻ തക്കവിധം ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
കാരുണ്യമേ ദിവ്യ കാരുണ്യമേ വിണ്ണിൽ നിന്നിറങ്ങിയ ഭോജ്യമേ ജീവിക്കും ദൈവമേ സ്നേഹമേ ആരാധന അങ്ങേക്കാരാധന കാരുണ്യമേ ദിവ്യ കാരുണ്യമേ വിണ്ണിൽ നിന്നിറങ്ങിയ ഭോജ്യമേ ജീവിക്കും ദൈവമേ സ്നേഹമേ ആരാധന അങ്ങേക്കാരാധന പരിശുദ്ധ പരമകാരുണ്യമേ ആരാധനാ സ്തുതി പുകഴ്ചയും പരിശുദ്ധ പരമകാരുണ്യമേ ആരാധനാ സ്തുതി പുകഴ്ചയും സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ തവണ അവിടുന്ന് ഞങ്ങളെ വിളിച്ചുണർത്തി പ്രാർത്ഥനയിലേക്ക്, അഭിഷേകത്തിലേക്ക്, ശുശ്രൂഷകളിലേക്ക് അവിടുന്ന് ഞങ്ങളെ തൊട്ടുണർത്തി. എന്നാൽ ഞങ്ങൾ സമർപ്പണം ചെയ്തില്ല. ഞങ്ങളെ തന്നെ വിട്ടു നൽകിയില്ല. ഞങ്ങൾ ചിന്തിച്ചു മക്കളുടെ കാര്യം കഴിഞ്ഞിട്ടാകട്ടെ. ഞങ്ങൾ ചിന്തിച്ചു ഇതിലൊന്നും കാര്യമില്ല, ഞാൻ ചെയ്തതുകൊണ്ട് എന്ത് പ്രയോജനം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞ ആര് കേൾക്കും. ദൈവമേ, ഇന്ന് എന്റെ ആത്മാവാണ് നശിച്ചു പോയത്. ഞാൻ വഴി എത്രയോ ആത്മാക്കൾ ഈ ലോകത്ത് രക്ഷ പ്രാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരാതിരുന്നപ്പോൾ എന്റെ ആത്മാവാണ് നാശത്തിലേക്ക് പോയത്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, ദൈവമക്കളെ കരങ്ങൾ യേശുക്രിസ്തുവിന്റെ പക്കലേക്ക് ഉയർത്തുക. ജീവിതത്തിൽ ദൈവവേലയ്ക്കായി കർത്താവ് എത്രയോ നാളുകൾ നമ്മളെ തൊട്ടു നിർത്തിയതാണ്. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. ഈ നിമിഷത്തിൽ വിടുതലും വ്യത്യാസവും കർത്താവ് കുടുംബങ്ങളിലേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഇപ്പോൾ കൃപയുടെ അഭിഷേകത്താൽ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുപോയ ഹൃദയങ്ങൾ, മരവിച്ചുപോയ ഹൃദയങ്ങൾ, ആത്മീയ മന്ദതയിലാണ്ടുപോയ ജീവിതങ്ങൾ പുതിയ അഭിഷേകം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, പുതിയ അഭിഷേകങ്ങൾ ശുശ്രൂഷകർക്ക് നൽകണമേ. ഈ അഭിഷേക ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകനെയും പുതിയ വരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, പുതിയ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. മുന്നേറ്റത്തിന് മുന്നണിയിലേക്ക് കടന്നു വരാൻ തക്ക വിധം തീഷ്ണത നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമകാരുണ്യമേ ആരാധനാ സ്തുതി പുകഴ്ചയും പരിശുദ്ധ പരമകാരുണ്യമേ ആരാധനാ സ്തുതി പുകഴ്ചയും പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഒരു അരമണിക്കൂർ മുൻപാണ് മോന്റെ കഴുത്തിന്റെ ഇവിടെ മുഴ, അതായത് വലിയ ഒരു നെല്ലിക്കാട വലിപ്പമുള്ള മുഴയായിരുന്നു. അപ്പോൾ ഞാൻ മോനെ വഴക്ക് പറഞ്ഞു, മോനെ നീ ഇത് പറയാത്തത് നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുകയും ചെയ്തതാണ്. ഉടനെ തന്നെ ഞങ്ങൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഇത് ദൈവം സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞു. ആ അച്ഛൻ എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഞങ്ങൾ ദൈവത്തെ വിളിച്ച് കൈകൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മോൻ എന്നെ വിളിച്ച് പറഞ്ഞു, പപ്പ ഇങ്ങ് നോക്കിക്കേന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വേദന വല്ലതും കൂടിയിട്ടായിരിക്കുമെന്ന്. നോക്കുമ്പോൾ അങ്ങനെ ഒരു മഴയോ അങ്ങനെ ഒരു യാതൊരു ഇതും കാണുന്നില്ല. ഉടനെ ഞങ്ങൾ ചാച്ചനെയും എല്ലാവരും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇവിടെ പൂർണ്ണ സൗകര്യം അപ്പം തന്നെ അങ്ങനെ മഴയോ അങ്ങനെ യാതൊരു ലക്ഷണം പോലും കാണുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു നെല്ലിക്കയോളം വഴുപ്പുള്ള മുഴ ഈ കുഞ്ഞിന്റെ കഴുത്തിന്റെ ഭാഗത്തു നിന്ന് കർത്താവ് അപ്പോ തന്നെ എഴുതി സുഖപ്പെടുത്തി. കരങ്ങളടിച്ച് കർത്താവിൽ നിന്ന് മഹത്വപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ഏലിക്കുട്ടി. ഞാൻ ചെമ്പോടിയിൽ താമസിക്കുന്നു. 17 വർഷമായി ഞാനൊന്ന് വീണ് എന്റെ ഈ കൈക്ക്
ഈ വിരൽ അനക്കത്തില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഈ കൈ സ്തുതിച്ച നേരത്ത് എപ്പോഴും ഈ കൈ അനക്കാനും ഈ വേദന വിട്ടുമാറി കിട്ടി. പ്രൈസ് ദി ലോർഡ്. നന്ദി പറയുന്നു. 17 വർഷമായി ഒരു വീഴ്ചയെ തുടർന്ന് ഈ ചേട്ടത്തിയുടെ ഈ തള്ളവിരൽ അനക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ആ വിരലൊന്ന് അനക്കി കാണിച്ചേ. ആ വിരൽ കാണിക്ക. ഹല്ലേലൂയ. ആ വിരൽ അനക്കാൻ പാടില്ലാതെ വിരലൊന്ന് അനക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 48 വർഷമായി ഞാൻ വെറ്റയും പോലെ മുറുക്കാൻ തുടങ്ങിയിട്ട്. ഈ ധ്യാനത്തിന് പോരാൻ ഞാൻ ഒരുങ്ങി. ഒരാഴ്ച മുമ്പ് എനിക്ക് മുറുക്ക് നിർത്തണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മുറുക്കില്ലാതെ ധ്യാനം വലിയ തുടങ്ങിയ ഞായറാഴ്ച ബുദ്ധിമുട്ടായിരുന്നു. മുതല് ഇവിടെ വന്നതിന് ശേഷം ഇതുവരെ ഞാൻ മുറുക്കിയില്ല. എനിക്ക് പല്ലിനൊന്നും ഒരു വേദനയില്ല. ഇപ്പൊ മുറുക്കാൻ തോന്നുന്നുമില്ല. ഇല്ല. പ്രൈസ് ദി ലോർഡ്. 48 വർഷമായി വെറ്റിലേയും പുകലെ മുറുക്കി 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 ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ധ്യാനത്തോടനുബന്ധിച്ച് ധ്യാനം തുടങ്ങിയ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മുറുക്ക് നിർത്തി. പിന്നെ ഇതുവരെ മുറുക്കാൻ തോന്നിയിട്ടുമില്ല, മുറുക്കുന്നത് ആവശ്യമില്ല, വേദനയില്ല, ബുദ്ധിമുട്ടുമില്ല, മോണയ്ക്കോ പല്ലിനോ ഒരു പ്രയാസവുമില്ല. അത്ഭുതകരമായി കർത്താവ് ആ ദുശീലത്തെ എടുത്തു മാറ്റി സൗഖ്യം കൊടുത്തു. നന്നായി കൈയടിച്ച് സ്വയമാകപ്പെടുത്താം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാൻ, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാൻ. സഹിയോൻ ടെലിവിഷന്റെ അഭിഷേകാഗ്നി ശാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9 വരെ. പുനഃസംപ്രേഷണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 11:30 വരെ. ഏകദിന കൺവെൻഷൻ എല്ലാ വെള്ളിയാഴ്ചകളിലും അട്ടപ്പാടി താവളം സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ. നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, അവളെ വിട്ട് പുറത്തു പോകുക. വചനപ്രഘോഷണം, ദിവ്യബലി, കൗൺസിലിംഗ്, വിടുതൽ ശുശ്രൂഷ, രോഗശാന്തി ആരാധന. ശുശ്രൂഷകൾക്ക് സെഹിയോൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നേതൃത്വം കൊടുക്കുന്നു. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.